കഴിഞ്ഞ 50-60 വർഷങ്ങളായി തമിഴ്നാട് അടക്കി ഭരിച്ചിരുന്ന രണ്ട് വൻമരങ്ങൾ DMKയും AADMKയും. അവർക്ക് മുന്നിലേക്ക് വെറും 2 വർഷം പ്രായമുള്ള ഒരു പാർട്ടി വെല്ലുവിളികളുമായി വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ടാകണം. 1974 ഒരു സിനിമാ കുടുംബത്തിൽ ജനനം. 1992 സിനിമയിലേക്ക്. എല്ലാവരും പറഞ്ഞു നെപ്പോ കിഡെന്ന്. പക്ഷേ അവിടെ നിന്നാണ് അയാൾ തുടങ്ങിയത്. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് അയാൾ വളർന്നു. 2000 ആയപ്പോഴേക്കും തമിഴകം അയാളെ സ്നേഹത്തോടെ വിളിച്ചു. പക്ഷേ 2017 വിജയുടെ ജീവിതം മാറ്റിമറിച്ചു. നീറ്റ് സിസ്റ്റം കാരണം ജീവനൊടുക്കിയ അനിത എന്ന ഡോക്ടറാകാൻ ആഗ്രഹിച്ച പെൺകുട്ടി. അതറിഞ്ഞ് വിജയ് ഉടൻ തന്നെ അവളുടെ വീട്ടിലെത്തുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ വിജയ് തീരുമാനിച്ചിരുന്നു, താൻ വെറുമൊരു നടനല്ല, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവനാണെന്ന്. ആരും തളരാതെ അയാൾ തൻ്റെ പടയൊരുക്കി. 2021 ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരു സൂചനയായിരുന്നു. 115 സീറ്റുകൾ. 2024 ഫെബ്രുവരിയിൽ TVK പ്രഖ്യാപിക്കുമ്പോൾ ലോകം ചിരിച്ചു. പക്ഷേ 8 മാസങ്ങൾക്ക് ശേഷം 7 ലക്ഷം പേർ ആ മൈതാനത്ത് ഇരമ്പിയപ്പോൾ ചിരിച്ചവരുടെ വായടഞ്ഞു. ഇത് വെറും ഒരു 2 വർഷത്തെ കഥയല്ല, 30 വർഷത്തെ പ്ലാനിംഗ് ആണ്. അയാൾ വരുന്നത് മാറ്റങ്ങൾക്കല്ല, വിപ്ലവത്തിനാണ്. ഇത് വൺ ആൻഡ് ഓൺലി